കിടപ്പ് കണ്ടോ ബേബിയുടെ ഹാർട്ട് ബീറ്റ്. പിന്നെ കുട്ടി അനങ്ങണ്ടോ നോക്കും. കുട്ടിയുടെ മോണിറ്റർ കോൺട്രാക്ഷൻ വരുമ്പോൾ ഇത് കയറി വരും 80, 100 അങ്ങനെ കൂടി വരും. അതെ അങ്ങനെയുണ്ട്. നീ ഞെക്കിയോ? ഞെക്കണം. ഞെക്കിയില്ല ഇതുവരെ. അത് കുഞ്ഞ് അനങ്ങുമ്പോൾ ഓരോ തവണ ഞെക്കണം. ചെറുതായിട്ട് അനങ്ങാനുള്ള ഞാൻ ഞെക്കാം. കിട്ടി മോളെ. ഒരാൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വരുന്നുണ്ട് ഞങ്ങളുടെ ട്രിപ്പിന് പോകാനായിട്ട്. ഞങ്ങളുടെ 39 വീക്സിലെ ട്രിപ്പാണ്. എവിടെ കുഞ്ഞ ട്രിപ്പ്? എവിടെ ട്രിപ്പ്? അൺബോക്സ് ചെയ്യാൻ പോവാ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ സെറ്റാക്കി ഞങ്ങൾ പോവാണ്. പ്രസവിക്കോ ഇല്ലയോ ഇതൊന്നും അറിയില്ല അല്ലേ ചേട്ടാ? പ്രസവിക്കോ? ഇല്ല. ഓക്കെ, അപ്പം ഞങ്ങളിന്ന് എന്തിനാണ് പോകുന്നതെന്ന് കഴിഞ്ഞിട്ട് വിശദമായിട്ട് വീഡിയോ എടുത്ത് പറയാം അല്ലേ? സെറ്റായോ? ഓക്കെ. അപ്പം ഞങ്ങൾ ഓൺ ദ വേ ആണ് ഹോസ്പിറ്റലിലേക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആരാണെന്ന് കാണിച്ചു തരാം. എൻ്റെ അമ്മയാണ്. ഞങ്ങളിപ്പോൾ എത്താനായി. ഇതാണ് വുമൺസ് ഹോസ്പിറ്റൽ. രാജ്ഞിയുടെ പേരിലുള്ള ക്യൂവിൻ്റെ പേരിലുള്ള ഒരു ഹോസ്പിറ്റൽ. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ്, ഒരു വിങ്ങാണ് വുമൺസ് ഹോസ്പിറ്റൽ. മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. അതെ, ലേഡീസിനും കുട്ടികൾക്കും മാത്രമായ. കണ്ട കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ കണ്ട. നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള പോലെ. ക്ലോസ്ഡ് അല്ല, ഇവിടെ ഉണ്ട്. ആരുമില്ല. ആരാടൊക്കെ ടോക്ക് ചെയ്യേണ്ടത്? ഡ്യൂട്ടി റൂമിൽ ആരാണ്? ഇരിക്കേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഹോസ്പിറ്റൽ ക്ലോസ്ഡാണ്. ആകെ ഇവർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യാൻ റിസപ്ഷനൊന്നുമില്ല. ഇവിടെ വന്ന് വെയിറ്റിംഗ് ഏരിയയിലിരിക്കുകയാണ്. വിളിക്കുമായിരിക്കും. വിളിച്ചാൽ ഞങ്ങൾ പോകും. ഇവിടെ ഇരിക്കും. ആരുമില്ല. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഫുൾ ഓഫാണ്. കുറച്ച് വളരെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോയിൻമെൻറ്റ്. അത് ഇങ്ങനത്തെ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ് മേ ബി സാറ്റർഡേ സൺഡേ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ആരുമില്ല. അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരുമ്പോൾ ആരും ഉണ്ടാവില്ല. നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആരും ഉണ്ടാവില്ലെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ വന്ന സീറ്റ് ഇരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി നോക്കാം. യെസ്, അറിയില്ല.
എന്താ കുഞ്ഞാക്ക് വെറുതെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നതാണ്. അപ്പോൾ അവർ ഇവിടെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് പോവാം. എന്നിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഒരു മിഷീനൊക്കെ വെച്ചിട്ട് ഇവരെന്തൊക്കെയോ മോണിറ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ ബേബിയുടെ ഹാർട്ട് ബീറ്റ്, പിന്നെ കുട്ടി അനങ്ങണ്ടോ നോക്കും. കുട്ടിയുടെ മോണിറ്റർ കോൺട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് കയറി കയറി വരും. 80-100 അങ്ങനെ കൂടി കൂടി വരും. അതെ, ഇത് 145 കുട്ടിയുടെ ഹാർട്ട് ബീറ്റാണ്. ഡബിളാണല്ലേ. എൻ്റെ ഒരു പ്രിൻ്റ് ആക്കുവാൻ എന്താണല്ലേ സെറ്റപ്പ് അല്ലേ. ഇത് മറ്റേ ഹാർട്ട് ബീറ്റ് നോക്കണ ഇവിടുത്തെ മെഷീനാണ് കേട്ടോ. സെപ്പറേറ്റ് സാധനം. ആരുമില്ല, അവർ പോയി. കണ്ടോ ഇവിടെ സെറ്റപ്പൊക്കെ കണ്ടോ, പൊളി സാധനമല്ലേ. കുഞ്ഞാ അങ്ങനെയുണ്ട് ഇപ്പൊ. നീ ഞെക്കിയോ? ഞെക്കിയില്ല ഇതുവരെ. അത് കുഞ്ഞ് അനങ്ങുമ്പോ ഓരോ തവണ ഞെക്കണം. ചെറുതായിട്ട് കിട്ടി മോളെ. കണ്ടാ കിട്ടി. കണ്ടാ അനങ്ങിയതാണ്. ഇത് നീ നടക്കണം. ഞാനും നല്ല കിട്ടും. നീക്കണമെങ്കിൽ JCB കൊണ്ടുവരണം. നല്ല രസമുണ്ട് കിട്ടുന്നത്. നല്ല മാത്രം കൂടി ഉറക്കം വന്നിട്ടുണ്ടാകും. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം. ഹലോ. അപ്പം ഞങ്ങളിത് പറയാൻ വന്നത്, ഞങ്ങൾ വന്നത് മെംബ്രെയിൻ സ്വീപ്പാണ്. മെംബ്രെയിൻ സ്വീപ്പ് അല്ലെങ്കിൽ ഇതിനെ മെംബ്രെയിൻ സ്ട്രിപ്പിംഗ് എന്ന് പറയും. അതല്ലെങ്കിൽ സ്ട്രെച്ച് ആൻഡ് സ്വീപ്പ് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്ന പോലെ ഒരു ഇൻഡക്ഷൻ്റെ ഒരു മെത്തേഡാണ്. അതായത് സ്റ്റെപ്പാണ്. ഒരു ലേബറിന് മുന്നേ ഉള്ളൊരു പ്രൊസീജിയർ. എന്താ പറയുക, ലേബർ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് അവർ പറയുന്നത്. നമ്മൾ നോർമലി നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മൾ ഇൻഡക്ഷൻ ചെയ്യാന്ന് പറയുമ്പോൾ മരുന്ന് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, ഹോർമോൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ മെഡിസിൻ വെച്ചിട്ട്. പക്ഷേ ഇത് എന്ന് പറയുമ്പോൾ ഹോർമോൺസ് ഇല്ല, അല്ലെങ്കിൽ മെഡിസിൻ ഒന്നും ഇല്ലാണ്ട് തന്നെ മെക്കാനിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയും. അതായത് ഇവർ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക സെർവൈക്കൽ ഡയലേഷൻ ചെക്ക് ചെയ്യുന്നത് പോലെ ഇവർ മെക്കാനിക്കലി വിരലുകൊണ്ട് എത്ര ഡയലേറ്റഡ് ആയിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു 1 സെൻറ്റിമീറ്ററിന് നമ്മൾ ഡയലേറ്റഡ് ആയിരിക്കണം ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് അതിനാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്നലെ മിനിഞ്ഞാണ് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയതായിരുന്നു. ആ അപ്പോയിൻമെൻറ്റിന് പക്ഷേ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങളല്ല, ഇവർ രണ്ടുപേരും, എൻ്റെ അമ്മയും ചേട്ടനും കൂടി എന്നെ പേടിപ്പിച്ച്. അത് യൂഷ്വലി എല്ലാവരും പറയുന്നത് വെച്ചാൽ ഈ പ്രൊസീജിയർ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഇങ്ങനെ കഴിഞ്ഞ് എൻ്റെ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം ഇവർ നമ്മളോട് ഇങ്ങനെ ഒരുപാട് പറഞ്ഞു തരും, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. പെയിൻഫുൾ ആയിരിക്കും, ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ ഭയങ്കര ഇതായിട്ട് ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞു അയ്യോ ഇനി ബ്ലീഡിങ് ആയാൽ പ്രശ്നമാവോ. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. നമുക്ക് പെയിൻ വന്ന് 4 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആവാണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞു ചെയ്യണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ഞാനും ഡബിൾ മൈൻഡായി. അങ്ങനെ ഞങ്ങൾ പോകണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ അപ്പോയിൻമെൻറ്റ് മിസ്സായി. പക്ഷേ അവരെന്നെ വെറുതെ വിട്ടില്ല. അവരെന്നെ അന്ന് വൈകുന്നേരം തന്നെ വിളിച്ചു, എന്താണ് അപ്പോയിൻമെൻറ്റ് മിസ്സാക്കിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് അപ്പം അവർ വേദന പറഞ്ഞു എന്നാൽ ഞാൻ അടുത്ത അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് ഇന്ന് പിന്നെ അപ്പോയിൻമെൻറ്റ് വന്നു. ഇന്ന് പിന്നെയും ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കാരണം ഇന്നിപ്പോൾ ഞങ്ങൾ വന്നു. ഞങ്ങളെല്ലാം പ്രിപ്പയർഡായിട്ടാണ് വന്നത്. കാരണം ഇത് യൂഷ്വലി പറയുന്നത് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 to 48 hours ലേബർ ഒരു മിക്ക ആളുകളിലും ഇപ്പോൾ നമ്മുടെ സർവിക്സ് സോഫ്റ്റനാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 24 to 48 hours ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ എടുത്താണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മൂവ്മെൻറ്റ്സിൻ്റെ കാര്യം എന്നോട് ആദ്യം ചോദിച്ചു, ബേബിയുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ലൈക്ക്
ആ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ചെറുതായിട്ട് കുറവുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പം അത് യൂഷ്വലി എല്ലാവരും പറയും നമ്മുടെ ടേം അടുത്ത് വരുമ്പോഴേക്കും കുട്ടിക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ടാവില്ല, സോ അതുകൊണ്ട് മൂവ്മെൻറ്റ്സ് കുറയുന്നു. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു കൺസേൺ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് അന്ന് നമുക്ക് ട്രയജിലേക്ക് പോകാൻ മോണിറ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളെ വേഗം ട്രയജിലേക്ക് വിട്ടു. ട്രയജിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു എമർജൻസി, അത് കാഷ്വാലിറ്റി പോലെ. അപ്പോൾ അവിടെ പോയി ഒരു 20 മിനിറ്റ്സ് അവിടെ മോണിറ്റർ ചെയ്തു. മോണിറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബേബി പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് തന്നെ നമുക്കത് ചെയ്യാം, നമ്മൾ എന്തായാലും പ്രിപ്പയർഡായി വന്ന. കാരണം ഞാനിങ്ങനെ മെൻ്റലി എന്നെ പ്രിപ്പയർ ആക്കി കൊണ്ടുവന്നതാണ്. പിന്നെ അവരെന്നോടൊരു ഓപ്ഷൻ പറഞ്ഞു, ഇന്ന് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരണ്ട, കാരണം ഞാൻ ഓൾറെഡി ഞാൻ വറീഡാണ്. പിന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ സെറ്റിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരാമല്ലോ എന്നൊരു ഇതുണ്ട്. പക്ഷേ ഇവിടെയുള്ളവരുടെ ചിന്താഗതി നേരെ തിരിച്ചാണ്. ഇവർക്കെല്ലാം വീട്ടിൽ വേണം, ഹോം ബർത്ത് വേണം, അങ്ങനത്തെ ഒരു ഇതാണ്. ഹോസ്പിറ്റൽ സെറ്റിങ് കാണുമ്പോൾ അവർക്ക് ടെൻസ്ഡ് ആവും എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ എനിക്ക് എന്തായാലും വീട്ടിൽ വേണ്ട, സോ ഇന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ചെയ്യുന്നില്ല, ബിക്കോസ് ഓൾറെഡി എനിക്ക് ഇൻഡക്ഷൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ ട്രയാജിൽ പോയി മോണിറ്റർ ചെയ്തു. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇപ്പം തന്നെ പോയിട്ട് തിരിച്ച് ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ പോയിട്ട് സ്വീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ വന്നു. ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ വന്നു, പ്രൊസീജിയർ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡയലേഷൻ സ്റ്റാർട്ടായിട്ടില്ല. സോ അവർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, ഡയലേറ്റ് കുറച്ചെങ്കിലും ആവാണ്ട് അവർക്ക് ഫിംഗർ ഇൻസേർട്ട് ചെയ്യാനോ മെംബ്രെയിൻ സ്വീപ്പ് ചെയ്ത് വിടാനോ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർ ജസ്റ്റ് മസാജ് ചെയ്ത് വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മസാജ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാം, ലൈക്ക് ബ്ലീഡിങ്ങോ വാട്ടർ ബ്രേക്കേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാം. അതല്ലെങ്കിൽ ഇനി 8th നെക്സ്റ്റ് 1 വീക്ക് കൂടി ഉണ്ട് ഇൻഡക്ഷൻ്റെ ഡേറ്റിന്. അന്നേരം ഡയറക്റ്റ് വന്ന് നമ്മൾ അഡ്മിറ്റ് ആയാൽ മതി. സോ അന്നേരം അവർ അന്നേരം ചെയ്യുന്ന ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇൻഡക്ഷനാണ്. ഇപ്പോൾ ചെയ്ത പോലെ മെക്കാനിക്കലൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ മെഡിസിൻ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ചെയ്യുക ചെയ്തത്. സോ ഇന്നിപ്പോൾ എന്തായാലും വന്ന ഇത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല പ്രൊസീജിയർ. കാരണം അതിൻ്റെ ലിമിറ്റേഷൻ ഇതായിരുന്നു, ഡയലേഷൻ സ്റ്റാർട്ട് ആയാലേ പറ്റുള്ളൂ. സോ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് അവരിപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഇന്ന് നമ്മൾ ട്രയാജിൽ അതായത് എമർജൻസിയിൽ പോയതുകൊണ്ട് അവർ പറഞ്ഞു നാളെ ഒരു സ്കാനിന് വരാൻ പറഞ്ഞു. കാരണം എനിക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഒരു സ്കാനിന് വന്നിട്ട് ജസ്റ്റ് ബേബിയുടെ ഫ്ലൂയിഡ് ലെവലും ബ്ലഡ് ഫ്ലോ ഒക്കെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നാളെ മോർണിംഗ് ഒരു അപ്പോയിൻമെൻറ്റ് കൂടി തന്നിട്ടുണ്ട്. സോ ഇതാണ് ഞങ്ങൾ 39 വീക്സ് വരെ ഉള്ളത് ഇപ്പം എത്തി നിൽക്കുന്നത്. ഇനി നാളെ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ 40 വീക്സിലേക്ക് കയറും. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. യെസ്. വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ നമുക്ക്? വേറെ എവിടെയും ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും വേറെ യാത്രയൊന്നുമില്ല. ഇനി 1 വീക്ക് നമ്മൾ കൗണ്ട് ഡൗൺ ആണ് ഡേയ്സ്. അതെ, ഞങ്ങൾ വേറെ പ്ലാനിങ് ഒന്നും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. യെസ്, അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെറിയൊരു അങ്ങനെ ഞങ്ങളുടെ കപ്പിൾ ലൈഫ് എന്താവോ എന്തോ ഞങ്ങൾ എൻഡ് ഇടാൻ പോവുകയാണ്. വിത്തിൻ എ ഫ്യൂ ഡേയ്സ് മമ്മി ഡാഡി ലൈഫ്. അതെ, ചേട്ടന് മെച്യൂരിറ്റി ഇല്ല ഡാഡി ആവാൻ. എനിക്ക് മെച്യൂരിറ്റി ഇല്ല. ഞാൻ എന്ത് ചെയ്യും? മെന്റലി പ്രിപ്പയർഡ് ആയോ? ചേട്ടന് കുറച്ച് ദിവസം കൂടി വേണമെന്ന് പ്രിപ്പയർഡ് ആവാൻ. എനിക്കറിയില്ലടാ, ഞാൻ എന്ത് ചെയ്യും? അയ്യോ. നോക്കാം. അപ്പം ഇനി ഞങ്ങൾ അടുത്ത അപ്പോയിൻമെൻ്റ് ആണ്. ഇനി ഞങ്ങൾ ഇൻഡക്ഷൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും വരിക. ഈ അടുത്ത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണെന്നുള്ള വീഡിയോ നോക്കാം. See you. കണ്ടോ, ഇവിടെ ഇത് ക്യാൻസർ സെൻ്റർ ആണ്. ഈ സാധനം ഇത് ക്യാൻസർ സെൻ്റർ ആണ്. ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ക്യൂനേഴ്സിലത്തിൻ്റെ ഒരു പേരിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത്. NHS ആണ്, ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് റിസർച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ വുമൺസിന് മാത്രമായിട്ട്, വുമൺസ് ആൻഡ് ചിൽഡ്രൻ മാത്രമായിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. ഇതിങ്ങനെ ഇവരുടെ ബിൽഡിംഗ് ഉണ്ട്. ഇത് മൊത്തം ഇവരുടെ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അപ്പുറമായിട്ടൊക്കെ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ വന്ന് തിരിച്ചു പോണ വഴിക്ക് കാർ പാർക്കിംഗ് കയറിയിരിക്കുന്നു. കാർ പാർക്കിൽ കയറി നമുക്ക് വണ്ടി കണ്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് മുന്നേറെ വണ്ടിയുടെ പേയ്മെൻറ്റ് ചെയ്യാം. കണ്ടോ, എന്താണെങ്കിലും കണ്ടോ, ഇതാണ് പ്രൈസസ് ഒക്കെ. ഭയങ്കര സത്യമാണ് കേട്ടോ. സത്യമായിട്ട് പറയാം, ഭയങ്കര സത്യമാണ്. ബാക്കി എല്ലാം ഫ്രീ ആണെങ്കിലും
അതെ. അപ്പോൾ നമ്മൾ നമ്മുടെ കാറിലേക്ക് പോവുകയാണ്. നമ്മുടെ കാർ കിടക്കണം. അമ്മ എന്നെ പറഞ്ഞ് ധൈര്യം തരാണ്ട് വിട്ടു. ധൈര്യം തരാണ്ട് വിട്ടു. അമ്മ ധൈര്യം ഒന്നും വേണ്ട. എൻ്റെ അമ്മയൊക്കെ സോ ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് പോകുക. എക്സിറ്റ്. നമ്മുടെയൊക്കെ നാട്ടിലുള്ളത് പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പാർക്കിംഗ് ഫീസ് കത്തിയാണ്. ഹോസ്പിറ്റൽ കണ്ടില്ലേ, ഹോസ്പിറ്റലിൽ ഇത്രയും പാർക്കിംഗ് ചാർജ് വെക്കാൻ പാടില്ല. ക്യൂ പാർക്കിൻ്റെ QR കോഡ് ഇത് തിരിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അവർ പൈസ പറയും 590 590 രൂപയായി. 2 മണിക്കൂറായി. 2 മണിക്കൂറായില്ല. അയ്യോ, പുതിയ കാർഡ് വരുമോ? ഓക്കെ, ഓപ്പണായി.